എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ അരസാബോയ് എന്ന് പറഞ്ഞ ഫ്രൂട്ടിന്റെ അടുത്താണ്. അപ്പൊ അരസാബോയ് എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഒരു വർഷം മുമ്പാണ് ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചു വെച്ചത്. അപ്പൊ ഞാൻ ഒരുപാട് തരം ഫ്രൂട്ടൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതും എന്ത് ഫ്രൂട്ടാണെന്നൊക്കെ അറിയാൻ വേണ്ടി മേടിച്ചു വെച്ചതാണ്. വിദേശ ഇനം ഫ്രൂട്ടാണെന്നൊക്കെയാണ് നഴ്സറിക്കാരൻ പറഞ്ഞത്. അപ്പൊ ഇത് മേടിച്ചു വെക്കുമ്പോ തുടങ്ങി ഇതുപോലെ ഇങ്ങനെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നു. കണ്ട ഇതിന്റെ ഫ്ലവറാണ് ഈ കാണുന്നത്. ഇതിന് നിറച്ച് തണ്ടുമ്പിലൊക്കെ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ഒരു വർഷമായിട്ട് ഇത് കായ്ച്ചിട്ടുണ്ടായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ആൺചെടിയൊക്കെ ആയിരിക്കും ഇങ്ങനെ വിചാരിച്ചു. എന്താണ് ഫ്രൂട്ട് നമുക്കറിയില്ലല്ലോ, ഞാനിത് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന് വലിയ പരിചരണങ്ങളും ഞാൻ കൊടുത്തിരുന്നില്ല. ഇതുകൊണ്ട് ഇങ്ങനെ നമുക്ക് താഴെ ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു. നനച്ച് മാത്രമേ ആവശ്യത്തിന് കൊടുക്കുള്ളൂ. അത്ര മാത്രമേ ഞാൻ ഇനി ചെയ്തിട്ടുള്ളൂ പരിചരണം എന്ന് പറയാനായിട്ട്. അപ്പോഴാണ് ഈ അടുത്ത ദിവസം വന്ന് നോക്കുമ്പോൾ ഇതുമേൽ കണ്ട ഫ്രൂട്ട് ഉണ്ടായി കിടക്കാണ്. അപ്പൊ ഈ ഫ്രൂട്ട് കണ്ട ഇതുമേല് പച്ച ഫ്രൂട്ടാണ് ഈ കാണുന്നത്. രണ്ട് പച്ച ഫ്രൂട്ടുകൾ ഉണ്ട്, പിന്നെ പഴുത്ത ഫ്രൂട്ട് ഇതുമേൽ തന്നെ ഉണ്ടായതാണ്. ഇത് ഇതിന്റെ അടിയിലേക്ക് വീണ് കിടപ്പുണ്ടായതാണ്. അപ്പൊ ഇത് പഴുത്ത കഴിഞ്ഞാൽ താഴേക്ക് വീഴും. പെട്ടെന്ന് തന്നെ പഴുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിത് പച്ചനെ കണ്ട് എനിക്ക് തോന്നാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത് പഴുക്കണുണ്ട്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാല് എല്ലാരും പറയണത് ഒരു പുളി കലർന്ന മധുരം എന്നാ പറയണത്. പിന്നെ ഇതിനൊരു പൈനാപ്പിളിന്റെ മണം ഉണ്ട് കേട്ടാ, നല്ല മണമുണ്ട് ഇതിന്റെ അരികത്തേക്ക് വരുമ്പോൾ. പിന്നെ ഈ ഫ്രൂട്ടിന് നല്ല മണമാണ് പഴുത്ത കഴിഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവുമായിരിക്കും. ടേസ്റ്റ് എങ്ങനെ നമുക്കറിയില്ല, നമുക്കൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. കണ്ട ഇതേപോലെ ചെറിയ പ്ലാന്റ് ആണ്, ചെറുതിലെ തന്നെ കാഴ്ചയൊക്കെ ഇട്ടൊക്കെ ഉണ്ട്. നമുക്ക് ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റിയൊരു ഫ്രൂട്ട്. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞല്ലേ ഞാനിത് കഴിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നോക്കി ഇതിന്റെ ഉൾഭാഗം ഒക്കെ. ഇതേപോലെയാണ് ഇരിക്കണ, കണ്ട കുരുവൊക്കെ കാണുന്നുണ്ട് ഇതില്. ഇതേപോലെയാണ് ഇരിക്കണം. നമുക്കൊരു പീസ് ഒന്ന് കഴിച്ചു നോക്കാം. അപ്പൊ നമ്മ ആദ്യമായിട്ട് കഴിക്കണേണ്. നല്ല പുളിയാണ്. നമുക്ക് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാനാണ് നല്ലത്. ഇത് മധുരമൊന്നും അങ്ങനെ ഇല്ല, പുളി തന്നെയാണ് ഈ ഫ്രൂട്ടിനുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. കാരണം ഇതിനൊരു ഫ്ലേവർ ഉണ്ടല്ലോ, പൈനാപ്പിളിന്റെ ഒക്കെ. നല്ല മുറിക്കുമ്പോ തന്നെ ഭയങ്കര മണമാണ്. ഒരു മാങ്ങയുടെയും പൈനാപ്പിളിന്റെ ഒക്കെ കലർന്നൊരു സ്മെല്ലാണ് ഇതിന്. അപ്പൊ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഫ്രൂട്ട്. അല്ലാണ്ട് നമുക്ക് വെറുതെ കഴിക്കാനായിട്ട് ഇത്തിരി പ്രയാസമാണ്, പുളിയാണ്. അപ്പൊ അരസാബോയില് ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹന പ്രക്രിയയൊക്കെ സുഗമമാക്കാനൊക്കെ നല്ലതാണ്. അതുകൂടാതെ പൊട്ടാസ്യം, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, ഫോസ്ഫറസ്, മെഗ്നീഷ്യം, സിങ്ക്, കാൽസ്യം, വൈറ്റമിൻ B1 ഒക്കെ അരസാബോയിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്ഥിരമായി കഴിക്കണത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്, എല്ലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്, രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ നല്ലതാണ്, കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. നമുക്ക് നമ്മുടെ മറ്റുള്ള ഫ്രൂട്ടുകളൊക്കെ വെച്ച് പിടിപ്പിക്കണ കൂട്ടത്തിൽ വലിയ സ്ഥലമൊന്നും വേണ്ട. കണ്ട നമുക്കിത് വളർത്താൻ അധികം സ്ഥലമൊന്നും വേണ്ട. നമുക്ക് ചട്ടിയിൽ പോലും നമുക്കിത് വളർത്താം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഫ്രൂട്ട് നമ്മുടെ അടുക്കള തോട്ടത്തിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയതാണ്. ടെറസിൽ നടേണ്ടവർക്ക് ടെറസിൽ നടാം, വലിയൊരു പരിചരണങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ല. അപ്പൊ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പൊ എല്ലാവരും അരസാബോയുടെ ചെടികൾ നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ ചെടിയും അരസാബോയുടെ ചെടി മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.